അയ്യോ, ഇതുവരെ പോയില്ലേ? ഇനിയിപ്പോ രക്ഷപ്പെടാൻ എന്താ ചെയ്യാൻ പറ്റുക? എന്റെ കർത്താവേ, കൃഷ്ണനെ കണ്ടിരുന്നെങ്കിൽ ഒന്ന് പോവായിരുന്നു. എത്ര നേരമായത്? ആ കൃഷ്ണ, കൃഷ്ണേ, കൃഷ്ണ, ഇതെവിടെയായിരുന്നു? അത് ഞാൻ വെറുതെ ഇവിടെ. അയ്യോ, നവീനല്ലേ ഇത്? എല്ലാവരുടെയും മുന്നിൽ എന്റെ അഭിമാനം രക്ഷിച്ചിട്ട് ഞാൻ സമ്മാനമൊന്നും തന്നില്ലല്ലോ. ഇതാ എന്റെ സമ്മാനം. അവിടെ എന്തൊരു സൗണ്ട് കേട്ടല്ലോ. അത് അവിടെ എന്തോ പാത്രം തട്ടി വീണതാണെന്ന് തോന്നുന്നു. സാറിനെ അമ്മ വിളിക്കുന്നു. ഇതാ വരുന്നു. ഗാഥ, ഞാൻ പോയിട്ട് വരാം. കൃഷ്ണേ, വാ. കൃഷ്ണേ, അതെ, ഇനി നിന്ന് അപകട. പെട്ടെന്ന് പോവാൻ നോക്കൂ. എന്റെ മുന്നിൽ വെച്ചപ്പോ എന്താ സംഭവിച്ചെന്നറിയാലോ. കാണിച്ചു തരാടി നിനക്ക് ഞാൻ. എന്താ അമ്മേ? ഞാൻ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് തോന്നരുത്. എപ്പോഴായിരിക്കും നമ്മുടെ കെട്ടിടമണി ആരംഭിക്കുക? എനിക്ക് അതനുസരിച്ച് ഇവിടെ ചില അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യാനുണ്ട്. പ്ലാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. ഇനി നമുക്ക് ഉടനെ തന്നെ തുടങ്ങിയേക്കാം. കൃത്യമായൊരു ഡേറ്റ് ഞാൻ നാളെ വിളിച്ചു പറയാം. പോരെ? മതി. പിന്നെ ചില പ്രത്യേക ഫംഗ്ഷനൊക്കെ ഇവിടെ നടക്കുമ്പോൾ ഇവിടെ എല്ലാവരും വേണ്ടപ്പെട്ടവരെയൊക്കെ ക്ഷണിക്കാറുണ്ട്. അവര് വരുന്നതും കുറച്ചു നേരം കൂടെ ഇരിക്കുന്നതും ഒക്കെ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. ഇനി അങ്ങനെ ക്ഷണിക്കുന്നവരുടെ കൂട്ടത്തില് നവീനും ഭാര്യയും ഉണ്ടാവും. വരാൻ മടിക്കില്ലല്ലോ? അതിനെന്താ, അമ്മ വിളിച്ചോളൂ, ഞങ്ങൾ വന്നോളാം. എന്നെ ബോധപൂർവ്വം ഒഴിവാക്കിയാണോ അമ്മേ? അല്ല, മാണിക്കുഞ്ഞ് പിന്നെ എപ്പോഴും നവീന്റെ കൂടെ ഉണ്ടാവുമല്ലോ. താനും വരണം. ഓ, എങ്കിൽ പിന്നെ ആയിക്കോട്ടെ അമ്മേ, ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങണം. ഗാഥ ഗാഥ പുറത്തുണ്ടാവും. ശരി അമ്മേ. ശരി.